Hello friends, welcome to Expert Excel. എൻ്റെ പേര് ബഷീർ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇൻഡെക്സ് ഫംഗ്ഷനോടൊപ്പം മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇൻഡെക്സ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഡെക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, VLOOK ഫംഗ്ഷനും ഇൻഡെക്സ് ഫംഗ്ഷനും സിമിലർ ആണ് എന്നുള്ളതെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇൻഡെക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. വലിയ ഡാറ്റാബേസിൽ നിന്നും നമ്മൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ റെക്കോർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു പ്രൊഡക്റ്റ് ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഐറ്റം കോഡ്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, സ്റ്റോക്ക് ഇത്രയാണ് ഉള്ളത്. ഇതിൽ പ്രൊഡക്റ്റിന്റെ നെയിം വെച്ചിട്ട് നമുക്ക് അതിന്റെ ഐറ്റം കോഡും ഡിസ്ക്രിപ്ഷനും പ്രൈസും സ്റ്റോക്കും എല്ലാം കണ്ടുപിടിക്കാൻ കഴിയും. അത് ആദ്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈക്വൽ ടു ഇൻഡെക്സ് ഡബിൾ ക്ലിക്ക്, ഇതിൽ ആദ്യം അരയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്തതിനു ശേഷം കോമ. ഇനി നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് ആ പ്രൊഡക്റ്റിന്റെ റോ നമ്പറാണ് കൊടുക്കേണ്ടത്. സപ്പോസ് നമുക്ക് മൈക്രോമാക്സ് സ്മാർട്ട് ഫോണിന്റെ ആണ് ഡീറ്റെയിൽസ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഈ ഹെഡിങ് മുതലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹെഡിങ് മുതൽ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 കൊടുക്കാം. അതിനുശേഷം കോമ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഐറ്റം കോഡാണ് വേണ്ടതെങ്കിൽ ഐറ്റം കോഡ് ഈ ഡാറ്റയിലെ ഫസ്റ്റ് കോളത്തിലായതുകൊണ്ട് നമ്പർ 1 എന്ന് കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. മൈക്രോമാക്സ് സ്മാർട്ട് ഫോണിന്റെ ഐറ്റം കോഡ് P4 എന്ന് കാണാൻ വരുന്നുണ്ട്. അത് കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇനി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആണ് വേണ്ടതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ വീണ്ടും ഫോർമുല ചേഞ്ച് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ മൂന്നാമത്തെ കോളത്തിലായതിനാൽ നമ്പർ 3 എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇവിടെ പ്രൈസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ സ്റ്റോക്ക് ആണ് വേണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും നമുക്ക് ഇവിടെ ഫോർമുല ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പരിഹാരമായിട്ടാണ് നമ്മളിവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് ഫംഗ്ഷൻ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നെയിമാണ് വേണ്ടത്. ഇവിടെ ഓരോ പ്രൊഡക്റ്റിന്റെ പേരും വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാൻ ഡാറ്റ വാലിഡേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ എല്ലാ പ്രൊഡക്റ്റും കാണാൻ പറ്റുന്നതാണ്. ഡാറ്റ വാലിഡേഷനെ കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്ക്രിപ്ഷൻ, ഐറ്റം കോഡ്, പ്രൈസ്, സ്റ്റോക്ക് ആണ്. അപ്പോൾ അതും ഇവിടെ ഞാൻ ഡാറ്റ വാലിഡേഷൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഐറ്റം കോഡ് വീണ്ടും വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിന്റെ റിസൾട്ട് കിട്ടണം. അതിനാണ് നമ്മളിവിടെ ഫോർമുല ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു ഇൻഡെക്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആരെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് മുഴുവനും സെലക്ട് ചെയ്യണം. അതിനുശേഷം കോമ. അടുത്തതായി വേണ്ടത് റോ നമ്പറാണ്. ഏത് റോയിലുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനായി നമ്മളിവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. മാച്ച് ഡബിൾ ക്ലിക്ക്. ഇനി വേണ്ടത് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ നമ്മുടെ പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം കോമ. ഇനി ലുക്കപ്പ് അരേ. ഈ പ്രൊഡക്റ്റ് ഏത് കോളത്തിലാണോ ആ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. അതിനുശേഷം കോമ. ഇനി എക്സാക്ട് മാച്ചിന് വേണ്ടി 0 കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി കോമ കൊടുത്തതിന് ശേഷം ഇൻഡെക്സ് ഫോർമുലയിലെ കോളം നമ്പറാണ് വേണ്ടത്. അതിന് വീണ്ടും മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. മാച്ച് ഡബിൾ ക്ലിക്ക്. ഇതിലെ ലുക്കപ്പ് വാല്യൂ ആണ്. അത് നമുക്ക് ഐറ്റം കോഡ്, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, സ്റ്റോക്ക് ഇതാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഈ സെല്ലിൽ നിന്ന് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. ഇനി കോമ. ലുക്കപ്പ് അരേ എവിടെയാണോ ഈ ഡീറ്റെയിൽസ് കിടക്കുന്നത്, ഐറ്റം കോഡ്, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, സ്റ്റോക്ക്, അത് ഈ റോയിലായതിനാൽ ഈ റോ മുഴുവൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ. എക്സാക്ട് മാച്ചിന് വേണ്ടി 0 ബ്രാക്കറ്റ് ക്ലോസ്. ഇപ്പോൾ നമ്മളുടെ മാച്ച് ഫംഗ്ഷന്റെ ബ്രാക്കറ്റാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഡെക്സ് ഫംഗ്ഷന്റെയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം എൻ്റർ കൊടുക്കണം. അപ്പോൾ കോമ്പാക്ട് ലാപ്ടോപ്പിന്റെ ഐറ്റം കോഡ് P5 എന്നായി. കോമ്പാക്ട് ലാപ്ടോപ്പിന്റെ ഐറ്റം കോഡ് P5 എന്ന് കണ്ടു. അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് നെയിം ലെനോവോ ലാപ്ടോപ്പ് നോക്കാം. ലെനോവോ ലാപ്ടോപ്പിൻ്റെ P3 ആണ്. കറക്റ്റാണ്. ഓക്കെ, ഇനി ഇവിടെ ഐറ്റം കോഡിന് പകരം പ്രൈസ് നോക്കാം. ലെനോവോ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് 25,000 ആണ്. അതുപോലെ നമുക്കിവിടെ സ്റ്റോക്കും കണ്ടുപിടിക്കാൻ കഴിയും. 9 ആണ്. ഇങ്ങനെയാണ് ഇൻഡെക്സ് ഫംഗ്ഷനും അതുപോലെ മാച്ച് ഫംഗ്ഷനും ഒരുപോലെ ഉപയോഗിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേണ്ടവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.